നോക്കൂ, എം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. പരാജയത്തെ നേതാക്കൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അനർഹമായ പരാജയമാണ് അത്രേ. കനത്ത പരാജയമാണ് എൽ ഡി എഫിന് ഉണ്ടായിരിക്കുന്നത്. യു ഡി എഫിന് മികച്ച വിജയം നേടാനായി എൽ ഡി എഫ് പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. ഭരണത്തിൽ സമഗ്രമായ മുന്നേറ്റം നാടിനുണ്ടായി. എതിരാളികൾ പോലും ഇക്കാര്യം സമ്മതിക്കും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അർഹമായ പരാജയമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പരാജയത്തെ എങ്ങനെ പഠിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. വിനയത്തോടെ പരാജയത്തെ അംഗീകരിക്കുകയാണ് എപ്പോഴും അടുത്ത വിജയത്തിന് ഏറ്റവും ഗുണകരമായ കാര്യം. അങ്ങനെ ഒരു വിലയിരുത്തൽ ആർക്ക് നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്, ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചത് പരാജയം പഠിക്കും എന്നുള്ളതാണ്. പരാജയത്തിൽ നിന്ന് പഠിച്ചാൽ 265 വോട്ടിന്റെ ലീഡ് വി മുരളീധരന് കഴക്കൂട്ടത്ത്. കഴക്കൂട്ടം ഇനി BJPയുടെ 3ാം അക്കൗണ്ട് ആകുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ റഹീസ് ഉണ്ട്. റഹീസ്, കഴക്കൂട്ടത്ത് വി മുരളീധരന് വിജയസാധ്യത ഉറപ്പിക്കാനായിട്ടുണ്ടോ? PR സുനിൽ, കഴക്കൂട്ടത്ത് ഒരു മത്സരത്തിന്റെ ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അവസാനവട്ടം NDAയും LDFും തമ്മിലുള്ള പോരാട്ടമാണ്. ഏറ്റവും അവസാനമായ 2 റൗണ്ട് മാത്രം എണ്ണാൻ ബാക്കിയുള്ളപ്പോൾ BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ 265 വോട്ടുകൾക്ക് കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുകയാണ്. ഇനി 16 റൗണ്ട് എണ്ണി, ഇനി 2 റൗണ്ടുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. 17ാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പർ 193 മുതൽ 204 വരെയുള്ള പ്രദേശങ്ങളാണ്. ഇടവങ്കോട്, മണ്ണന്തലയാണ് ആ പ്രദേശമുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കൂടുതൽ വോട്ട് കിട്ടിയ പ്രദേശമാണ് ഇടവങ്കോടും മണ്ണന്തലയും. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 26 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJPക്ക് കൗൺസിലർ ഉണ്ടായ സ്ഥലമാണ് ഇടവങ്കോട്.